ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഡോബ് ഫോട്ടോഷോപ്പിൽ എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ആദ്യം നമ്മൾ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി മോഹൻലാലിൻ്റെ ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ശേഷം കൺട്രോളും പ്ലസ് സിമ്പിൾ അടിച്ചാൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് കൺട്രോളും മൈനസ് സിമ്പിൾ അടിച്ചാൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കൺട്രോൾ സൂം ചെയ്യാണ്. സൂം ചെയ്ത ശേഷം പെൻ ടൂൾ ഉപയോഗിച്ച് ഫോട്ടോ കട്ട് ചെയ്യുകയാണ്. പിക്ചറെല്ലാം നമ്മൾ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് വരച്ച ശേഷം കൺട്രോൾ പ്ലസ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ പിക്ചർ വരച്ച ഭാഗങ്ങളെല്ലാം സെലക്ട് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ സെലക്ഷൻ ടൂൾ, റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ, റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് പിക്ചറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഫെദർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഫെദർ ഞാനിവിടെ 5 സെലക്ട് ആക്കി വെച്ചിട്ടുള്ളത്. 5 സെലക്ട് ആക്കാം. ഓക്കെ അടിക്കാം. ഇനി നമ്മുടെ മാസ്ക് ആഡ് എ മാസ്ക് എന്നുണ്ട്. അതിൻ്റെ ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പോയി അപ്ലൈ ലെയർ മാസ്ക് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഫയലിൽ പോവാം. ഫയലിൽ പോയിട്ട് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 2 ബിൽഡിങ്സിൻ്റെ സിറ്റിയിലെ 2 ഫോട്ടോസാണ് ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്, പ്ലേസ് ചെയ്യാം. ഇനി കുറച്ച് ടോപ്പിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഒരു കോർണറിൽ നിന്ന് വിളിക്കുക, കണ്ടുപിടിക്കുകയാണ്. ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഒരു കോർണറിൽ നിന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത ശേഷം ഈ ടിക്ക് മാർക്കിൽ നമുക്ക് ഈ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ അടിയിൽ വയ്ക്കാം. ലെയർ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ വെച്ച ശേഷം നമ്മൾ ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.